നമസ്കാരം. പത്രം പ്രഭാതം ആരംഭിക്കുകയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്നത്തെ ദിനപത്രങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നാണ് ഇന്ന് പരിശോധിക്കുന്നത്. ഇന്നലെ ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം തന്നെയായിരുന്നു. പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച ദിനമായിരുന്നു. എന്നാൽ ഏറെ വിവാദങ്ങളോടെയാണ് ആ ദിവസം അവസാനിച്ചതെന്ന് പറയേണ്ടതുണ്ട്. അതുതന്നെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളുടെ എല്ലാം വളരെ പ്രധാനമായും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്ത. ആദ്യം മലയാള മനോരമയാണ് പരിശോധിക്കുന്നത്. മനോരമയുടെ ആദ്യത്തെ പേജ് നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും. സമർപ്പണം എന്ന വലിയൊരു തലക്കെട്ടോടുകൂടി പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത തന്നെയാണ് ആദ്യത്തെ പേജിൽ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരം രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി. ഗണപതി ഹോമവും ചെങ്കോൽ പ്രതിഷ്ഠയും രാവിലെ, ഉദ്ഘാടന ചടങ്ങ് ഉച്ചയ്ക്ക്. രാഷ്ട്രപതിയുടെ സന്ദേശം ചടങ്ങിൽ വായിച്ചു. ബഹിഷ്കരിച്ച് 22 പ്രതിപക്ഷ കക്ഷികളെന്ന പ്രധാനപ്പെട്ട ഒരു തലക്കെട്ടോടുകൂടി വലിയൊരു വാർത്തയായിട്ട് തന്നെയാണ് പാർലമെന്റ് ഉദ്ഘാടനം കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ വളരെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ തന്നെയാണ് പാർലമെന്റ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്ന് കാണിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഈ ചടങ്ങ് ബഹിഷ്കരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയല്ല, പ്രസിഡന്റാണ് ഇത്തരത്തിലൊരു ഉദ്ഘാടനം നിർവഹിക്കേണ്ടതെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രധാനമന്ത്രി തന്നെയാണ് ഇത് ഉദ്ഘാടനം നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അല്ലെങ്കിൽ ബഹിഷ്കരണങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ആദ്യത്തെ പേജിൽ നൽകിയിരിക്കുന്നത് മണിപ്പൂരിൽ 40 കുക്കി ഗോത്രക്കാരെ പോലീസ് വെടിവെച്ച് കൊന്നു എന്ന വാർത്തയാണ്. സാമുദായിക സംഘർഷം വളരെ രൂക്ഷമായി തന്നെ മണിപ്പൂരിൽ തുടരുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെ മലയാള മനോരമ ആദ്യത്തെ പേജിൽ ഈ ഒരു വാർത്ത നൽകുന്നു. അതോടൊപ്പം വളരെ വ്യത്യസ്തമാർന്ന അല്ലെങ്കിൽ ഇന്നലെ പാർലമെന്റ് ഉദ്ഘാടനം നടക്കുമ്പോൾ മറ്റൊരിടത്ത് നടന്നത് രാജ്യത്തിൻ്റെ തന്നെ അഭിമാന താരങ്ങളെ റോഡിൽ വലിച്ചിഴയ്ക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഗുസ്തി താരങ്ങൾ ബ്രിജ്ഭൂഷണെതിരെ സമരം നടത്തി വരുന്നുണ്ടായിരുന്നു. അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർലമെന്റ് ഉദ്ഘാടന ദിവസം ഖാപ് പഞ്ചായത്ത് നടത്തും അല്ലെങ്കിൽ പാർലമെന്റ് വളയുമെന്നുള്ള കാര്യങ്ങളെല്ലാം അവർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അത്തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് പോയ സമരക്കാരെ അല്ലെങ്കിൽ ഗുസ്തി താരങ്ങളെ പോലീസ് റോഡിൽ വലിച്ചിഴയ്ക്കുന്ന അല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിലെടുക്കാനായിട്ട് അവരെ പിടിച്ചു മാറ്റുന്ന കാഴ്ച അല്ലെങ്കിൽ അതിൻ്റെ ചിത്രങ്ങളോടുകൂടി തന്നെ ആദ്യത്തെ പേജിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ മലയാള മനോരമ ആ ഒരു വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നും അറിയാൻ സാധിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, കുഞ്ചുകുറുപ്പ് എന്ന മലയാള മനോരമയുടെ വളരെ പ്രശസ്തമായൊരു കാർട്ടൂണാണ്. ആ കാർട്ടൂണിൽ ഇന്ന് നൽകിയിരിക്കുന്നത് ക്യാമറയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളെ സൂചിപ്പിക്കുന്ന തരത്തിലൊരു കാർട്ടൂണാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ബോക്സറിൽ മലേഷ്യ മാസ്റ്റേഴ്സ് പ്രണോയ്ക്ക് കിരീടം എന്നൊരു വാർത്ത കൂടി മലയാള മനോരമ ആദ്യത്തെ പേജിൽ നൽകുകയാണ്. ഇനി മലയാള മനോരമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത് അരിക്കൊമ്പൻ കാട് കയറി തിരിച്ചിറങ്ങിയാൽ മയക്കുവെടി എന്നൊരു വാർത്തയാണ്. ഇത് 6ാമത്തെ പേജിലാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അരിക്കൊമ്പൻ തമിഴ്നാട് സർക്കാരിന് വലിയൊരു തലവേദന തന്നെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. കമ്പത്ത് വലിയ രീതിയിലുള്ള ഭീതി പടർത്തിക്കൊണ്ട് അരിക്കൊമ്പൻ നടന്നു നീങ്ങുകയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വനം വകുപ്പ് അരിക്കൊമ്പനെ മയക്കുവെടി വയ്ക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയ സമയത്താണ് ഉൾക്കാട്ടിലേക്ക് അരിക്കൊമ്പൻ പോയത്. എന്നാൽ ഇത്രയും ക്ഷീണമുള്ളതിനാൽ ഉടനെ തന്നെ അരിക്കൊമ്പൻ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. എങ്കിലും തിരിച്ചിറങ്ങിയാൽ ഉടൻ മയക്കുവെടി വയ്ക്കുമെന്ന് തമിഴ്നാട് സർക്കാർ പുറത്തുവിട്ട ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് 6ാമത്തെ പേജിൽ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതേ പേജിൽ ഗുസ്തി താരങ്ങൾക്ക് നേരെയുള്ള അതിക്രമത്തിൽ പ്രതിഷേധമെന്ന വലിയ ഹെഡർ കൂടി ഗുസ്തി താരങ്ങൾക്കെതിരെ ഇന്നലെ പോലീസ് നടത്തിയ ഒരു പ്രകടനം അല്ലെങ്കിൽ ഗുസ്തി താരങ്ങൾ ഇന്നലെ പാർലമെന്റ് മന്ദിരം വളയാനായിട്ട് ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്നൊരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ അവരെ വലിച്ചിഴച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നൊരു പൊതു അഭിപ്രായവും ഉയർന്നു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ 6ാമത്തെ പേജിലും മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത കാണാൻ സാധിക്കുന്നത് ഗാന്ധിജിയും അല്ലാമ ഇക്ബാലും പുറത്ത്, സവർക്കർ അകത്ത് എന്നൊരു വാർത്ത ഇതേ പേജിൽ തന്നെ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. ഡൽഹി സർവകലാശാല പാഠ്യപദ്ധതിയിൽ നിന്ന്
എടുത്തൊരു പരിഷ്കരണമാണ്, അല്ലെങ്കിൽ ആ ഒരു പരിഷ്കരണം വളരെ വലിയ രീതിയിലുള്ള ഒരു ചരിത്രത്തെ തിരുത്തി കുറിക്കുന്നു എന്നാണ് മനോരമ ലേഖകന്റെ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഡൽഹി സർവകലാശാല ബി ഓണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് കോഴ്സിൽ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ഭാഗം ഒഴിവാക്കി പകരം VD സവർക്കറെ കുറിച്ചുള്ള ഭാഗം ഉൾപ്പെടുത്തി എന്നൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് 6ാമത്തെ പേജിൽ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പാർലമെന്റ് വാർത്തയിലും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിലും എല്ലാം മുങ്ങിപ്പോയൊരു വാർത്തയാണ്. തുർക്കിയിൽ പ്രസിഡന്റ് ഇലക്ഷൻ നടന്നിരുന്നു. അതിൽ എർദോഗാൻ തന്നെ വീണ്ടും പ്രസിഡന്റായി എന്നൊരു വാർത്ത കൂടി 6ാമത്തെ പേജിൽ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പേജാണ് മനോരമയുടെ എഡിറ്റോറിയൽ പേജ്, അല്ലെങ്കിൽ മനോരമയുടെ എഡിറ്റോറിയലാണ് കാഴ്ചപ്പാടെന്ന തലക്കെട്ടോടു കൂടിയാണ് എല്ലാ ദിവസവും മനോരമ തങ്ങളുടെ കാഴ്ചപ്പാടെന്ന നിലയിലാണ് എഡിറ്റോറിയൽ പേജിൽ എന്നും അഭിപ്രായങ്ങൾ കുറിക്കുക. ഇന്ന് പറഞ്ഞിരിക്കുന്നത് കേരളം പറയുന്നു അരുത് ലഹരി എന്നതാണ് മലയാള മനോരമയുടെ ഇന്നത്തെ കാഴ്ചപ്പാട്. സാധാരണ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ടുള്ള എഡിറ്റോറിയൽ ആണ് നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിൽ പോലും അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് സ്കൂൾ തുറക്കുന്ന സമയമാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലാണ് കൂടുതലും, സ്കൂൾ കോളേജ് കേന്ദ്രീകരിച്ചാണ് കൂടുതലും കുട്ടികളെ വലയിലാക്കാനായി ഇത്തരം ലഹരി സംഘങ്ങൾ കെണിയൊരുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മുൻകരുതൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ലഹരിയിലോട്ട് പോകരുത് എന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഇന്ന് മലയാള മനോരമ, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എഡിറ്റോറിയൽ തന്നെയാണ് മലയാള മനോരമ ഇന്ന് പങ്കുവയ്ക്കുന്നത്. അതേ പേജിൽ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ഇന്നത്തെ വലിയൊരു ഭാഗം എഡിറ്റോറിയൽ പേജ് മനോരമ മാറ്റിവെക്കുന്നത്. പഠന രീതിക്കും വേണം ക്ലാസ് കയറ്റം എന്നൊരു വലിയ തലക്കെട്ടോടു കൂടി KV മനോജ് എഴുതിയൊരു ലേഖനമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇന്ന് സ്കൂൾ കുട്ടികൾക്ക് കൂടുതൽ കരുതൽ കൊടുക്കണം, അല്ലെങ്കിൽ പഠന രീതിയിലുള്ള കൂടുതൽ ക്വാളിറ്റി വർദ്ധിപ്പിക്കണം എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് SCRT മുൻ റിസർച്ച് ഓഫീസറായ KV മനോജ് തയ്യാറാക്കിയ ഒരു കുറിപ്പാണ് എഡിറ്റോറിയൽ പേജിൽ മനോരമ പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത്. വിചിത്രം ഈ ഫയൽ എസ്കേപ്പ് എന്നൊരു തലക്കെട്ടോടുകൂടി മറ്റൊരു ആഴ്ചക്കുറിപ്പും കൂടി വിമതൻ എന്ന പേരിൽ നൽകിയിരിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ള കാരിക്കേച്ചറെല്ലാം നൽകിക്കൊണ്ട് ഈ അടുത്തായിട്ട് നടക്കുന്ന തീപിടുത്തങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ മരുന്ന് കമ്പനികളിൽ നടക്കുന്ന തീപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആഴ്ചക്കുറിപ്പാണ് വിമതൻ എന്ന പേരിൽ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ രസകരമായൊരു കാരിക്കേച്ചറോട് കൂടിയാണ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇനി 9ാമത്തെ പേജിലേക്ക് വരുമ്പോൾ കൂടുതൽ പാർലമെന്റ് വാർത്തകളാണ്. പുതിയ പാർലമെന്റുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ. പുതിയ കാൽവയ്പ് എന്ന തലക്കെട്ടോടു കൂടിയാണ് പാർലമെന്റിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കയറുന്ന ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. 9ാമത്തെ പേജിൽ മുഴുവനും, അല്ലെങ്കിൽ ആദ്യത്തെ പകുതി എന്ന് പറയാൻ സാധിക്കില്ല, മുഴുവൻ പേജും ഇതിനു വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നു മനോരമ. പാർലമെന്റ് മന്ദിരം സമർപ്പിച്ചു, ചടങ്ങ് ബഹിഷ്കരിച്ച് പ്രതിപക്ഷം എന്നിങ്ങനെയുള്ള തലക്കെട്ടോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കുന്നതും ചെങ്കോൽ സ്ഥാപിക്കുന്നതുമെല്ലാം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലരുടെയും പ്രതികരണങ്ങളും മനോരമ ഈ ഒരു 9ാം പേജിൽ നൽകിയിരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് BJP നേതാക്കൾ, അല്ലെങ്കിൽ BJP MP ആയ PT ഉഷ, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി, ഇവരുടെ എല്ലാം പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുടെ, അല്ലെങ്കിൽ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് 9ാമത്തെ പേജിൽ കാണാൻ സാധിക്കുക. എങ്കിൽ പോലും പ്രതിപക്ഷ നേതാക്കളുടെ വിമർശനങ്ങളും 9ാമത്തെ പേജിൽ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു ചിത്രം ഇവിടെ വളരെ വ്യക്തമാണ്. ഇന്നലെ വളരെ വിവാദമായൊരു ചിത്രമാണ്. സാഷ്ടാംഗം നമസ്കരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമാണ്. ഇത് ജനാധിപത്യത്തിന് എതിരാണ് എന്ന തരത്തിലുള്ള വിവാദങ്ങൾ പൊട്ടി മുളയ്ക്കുമ്പോഴും ഒരു കൂട്ടർ ഇതിനെ സ്വീകരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇനി 10ാമത്തെ പേജിലേക്ക് പോകുമ്പോൾ ഇന്നലത്തെ പാർലമെന്റ് വാർത്തകളിലെല്ലാം മുങ്ങിപ്പോയ എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. വയനാട്ടിൽ വീണ്ടും ഒരു കർഷകൻ ജീവൻ ഒടുക്കി എന്നൊരു വാർത്തയാണ്. വയനാട്ടിൽ ഇതുപോലെ കർഷക ആത്മഹത്യകൾ വളരെ കൂടുതലായൊരു സ്ഥലം തന്നെയാണ്. ഇന്നലെയും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. കടക്കെണിയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് കർഷകനെ നയിച്ചത് എന്നും മനോരമ വളരെ സമഗ്രമായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ഇനി മനോരമയുടെ ഏറ്റവും എക്സ്ക്ലൂസീവായിട്ടുള്ള സ്പോർട്സ് പേജാണ് കായികം എന്ന മനോരമ കായികം എന്ന പേജാണ്. ഇതിൽ ആദ്യം തന്നെ പ്രണോയുടെ വിജയം, ഇന്നലെ നമ്മളെല്ലാവരും വളരെ വലിയ രീതിയിൽ ആഘോഷിച്ചൊരു വിജയം തന്നെയാണ്. മലേഷ്യ മാസ്റ്റേഴ്സിൽ HS പ്രണോയ്ക്ക് കിരീടം. പ്രണോയുടെ വ്യക്തിഗത കിരീട നേട്ടം 6 വർഷത്തിന് ശേഷം എന്നൊരു വാർത്തയാണ്. ഇന്നലെ കായിക ലോകം, പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. ഈ ഒരു വാർത്ത വളരെ വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു. ഇത് തന്നെയാണ് മനോരമയിൽ കായികത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്ന വാർത്ത. മറ്റു വാർത്തകൾ, മറ്റ് സ്പോർട്സ് വാർത്തകളെല്ലാം തന്നെ ഇതിൽ നൽകിയിരുന്നു. മെസ്സിക്ക് റെക്കോർഡ്, PSG കിരീടം, സ്ട്രാസ്ബർഗിനെതിരെ സമനില 1-1, ഫ്രഞ്ച് ലീഗ് കിരീടമുറപ്പിച്ച PSG എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്പോർട്സ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് മനോരമ സ്പോർട്സ് പേജ് അവസാനിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ പേജ് മനോരമയിൽ ശ്രദ്ധേയമാണ്. തള്ളൽ തള്ളൽ സർവത്ര. നമുക്കറിയാം, വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിക്കാനില്ലത്ര എന്നൊരു വാചകമുണ്ട്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പലയിടത്തും, നഗരത്തിലെ പലയിടത്തും മാലിന്യങ്ങൾ കൂമ്പാരം കൂടുന്നു എന്നൊരു മുന്നറിയിപ്പ് മനോരമ നൽകുകയാണ്. പ്രത്യേകിച്ച് കൊച്ചിയാണ് ഇത്തരത്തിൽ കൂടുതൽ മാലിന്യ നിക്ഷേപത്തിൽ, അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപത്തിൽ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. അതിനെ വളരെ ആക്ഷേപഹാസ്യത്തോടു കൂടി ഒരു സെറ്റൈറിക്കൽ ഹെഡ്ലൈനാണ് നൽകിയിരിക്കുന്നത്. തള്ളൽ തള്ളൽ സർവത്ര എന്നിങ്ങനെ. ഇതോടുകൂടി മനോരമ ഇന്നത്തെ പത്രം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി മാതൃഭൂമിയിലേക്കാണ് പോകുന്നത്. മാതൃഭൂമിയുടെ ആദ്യത്തെ പേജ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, പാർലമെന്റ് തന്നെയാണ് മാതൃഭൂമിയുടെയും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നൽകിയിരിക്കുന്നത്. പുതിയ പാർലമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് വളരെ അവിഭാജ്യ ഘടകമാണ്, അല്ലെങ്കിൽ വളരെ ഒരു നാഴികക്കല്ല് തന്നെയാണ്. അപ്പോൾ പുതിയൊരു പാർലമെന്റ് രാജ്യത്തിന് സമർപ്പിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. ആ ഒരു ദിവസം വളരെ പ്രാധാന്യം നൽകേണ്ടതും ഇത്തരത്തിലൊരു വാർത്തയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാതൃഭൂമി ആദ്യത്തെ പേജിൽ തന്നെ ഇത്തരമൊരു വാർത്ത നൽകിയിരിക്കുന്നു. പുതിയ പാർലമെന്റ് മന്ദിരം രാജ്യത്തിന് സമർപ്പിച്ചു. ഇനി പുതിയ ഇന്ത്യ മോദി എന്നിങ്ങനെ ഒരു തലക്കെട്ടോടു കൂടിയാണ് മാതൃഭൂമി ഇന്നത്തെ പത്രം ആരംഭിച്ചിരിക്കുന്നത്. 21 പ്രതിപക്ഷ കക്ഷികൾ ബഹിഷ്കരിച്ചു എന്നൊരു വാർത്ത വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം പാർലമെന്റ് എന്ന് പറയുന്നത് ഭരണകക്ഷിക്ക് മാത്രമുള്ളതല്ല, പ്രതിപക്ഷ പാർട്ടികൾക്കും കൂടിയുള്ളതാണ്. അത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇത്തരത്തിലൊരു നിരസിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങ് ബഹിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ വളരെയധികം അശുഭകരമായ ഒരു തുടക്കമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഒരു വശത്ത് മോദി ചെങ്കോലിൽ സല്യൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ അതിനെ വളരെ ആദരവോടുകൂടി കയ്യിൽ പിടിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി പാർലമെന്റിലേക്ക് കയറുന്ന ഒരു ചിത്രത്തിനോടൊപ്പം തൊട്ട് അടുത്തായി തന്നെ ജനനവും മരണവും ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട ബ്രിജ്ഭൂഷണെതിരെ ഈ ഗുസ്തി താരങ്ങൾ നടത്തുന്ന ഒരു സമരമുണ്ടായിരുന്നു. ആ സമരവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ബ്രിജ്ഭൂഷണെതിരെ യാതൊരു തരത്തിലുള്ള നടപടികളും എടുത്തില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർലമെന്റ് ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ തങ്ങൾ പാർലമെന്റ് വളയുമെന്ന് ഗുസ്തി താരങ്ങൾ പറഞ്ഞ ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടം ഇന്നലെ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് പോയി. പാർലമെന്റ് മന്ദിരം ഉദ്ഘാടന സമയത്ത് ഗുസ്തി താരങ്ങൾ സമരം നടത്തുകയും അത് ചെറിയ സംഘർഷങ്ങളിലേക്ക് പോവുകയും പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വനിതാ താരങ്ങളെ റോഡിൽ വലിച്ചഴയ്ക്കുന്ന ഒരു ചിത്രം, മോദി ഒരു വശത്ത് വളരെ സന്തോഷത്തോടു കൂടി പാർലമെന്റിലേക്ക് കയറുമ്പോൾ ഇപ്പുറത്ത് വളരെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് മാതൃഭൂമി ഇന്ന് നൽകിയിരിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട വാർത്ത, മണിപ്പൂരിൽ സൈന്യവും കുകികളും ഏറ്റുമുട്ടി എന്നൊരു വാർത്ത തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത്. കാരണം സാമുദായിക സംഘർഷം മണിപ്പൂരിൽ വളരെ രൂക്ഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ 40 പേരെയാണ് വധിച്ചിരിക്കുന്നത്. എന്നാൽ മരണപ്പെട്ടവരെല്ലാം തന്നെ തീവ്രവാദികളാണെന്ന് മണിപ്പൂർ മുഖ്യമന്ത്രി അറിയിക്കുന്നൊരവസ്ഥയും ഉണ്ടായിരുന്നു. അതുപോലെ വളരെ പ്രാധാന്യത്തോടു കൂടി മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ പ്രണോയ് ജേതാവ് എന്നൊരു വാർത്ത കൂടി ആദ്യത്തെ പേജിൽ തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. കാരണം ഇന്ത്യക്ക് ഏറെ അഭിമാനകരമായൊരു നിമിഷം തന്നെയായിരുന്നു പ്രണോയുടെ വിജയം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പേജിൽ ശരിക്കും അർഹിക്കുന്നൊരു വാർത്ത തന്നെയാണ്. ഇനി മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിലേക്കാണ് പോകുന്നത്. വായ്പാ പദ്ധതി കുറച്ചതിന് കാരണം പറയണം എന്നൊരു നിലപാടാണ് ഇന്ന് മാതൃഭൂമി എടുത്തിരിക്കുന്നത്. സാമൂഹിക വികസന ലക്ഷ്യങ്ങൾ നേരത്തെ കൈവരിക്കാനായി കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങൾക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ അർഹമായ കേന്ദ്ര സഹായം കിട്ടുന്നില്ല എന്നൊരു പരാതി ഉയർന്നു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് മാതൃഭൂമി അവരുടെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്.
അതോടുകൂടി തന്നെ ആറാമത്തെ പേജ് എഡിറ്റോറിയൽ പേജിൽ വളരെ വിശാലമായ രീതിയിൽ 6-7 പേജുകളിൽ പടർന്നു കിടക്കുകയാണ് പാർലമെന്റുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. 2 പേജും എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതൽ പാർലമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറികൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മോദി ചെങ്കോൾ സ്ഥാപിക്കുന്ന വലിയൊരു ചിത്രത്തോടു കൂടിയാണ് 6ാമത്തെ പേജ് തുടങ്ങുന്നത്. 7ാമത്തെ പേജിലും ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ജനാധിപത്യത്തിൻ്റെ ക്ഷേത്രമെന്ന് മോദി പറയുമ്പോൾ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ എതിർക്കുന്ന ഒരു അവസ്ഥയുണ്ട്. 7ാമത്തെ പേജിൽ നമുക്കറിയാം ഇന്ന് കാണുന്നത് ഭരണഘടനയോടുള്ള സമ്പൂർണ്ണ പരിഹാസം എന്ന പ്രശാന്ത് ഭൂഷന്റെ വാക്കുകൾ 7ാമത്തെ പേജിൽ നൽകിയിരിക്കുന്നു. സഭയ്ക്ക് ഇനി പുതിയ മുഖം എന്നൊരു തലക്കെട്ടും 7ാമത്തെ പേജിൽ നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ശശി തരൂരിൻ്റെ ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന വളരെയധികം ശ്രദ്ധ നേടിയ ഒരു പ്രസ്താവനയായിരുന്നു. ആ പ്രസ്താവന ഇതായിരുന്നു: ചെങ്കോലിൽ കോൺഗ്രസിനെ വെട്ടിലാക്കി തരൂർ എന്നൊരു തലക്കെട്ടോടു കൂടിയാണ് മാതൃഭൂമി ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. പാർലമെന്റിൽ സ്ഥാപിച്ച ചെങ്കോലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ വെട്ടിലാക്കി ശശി തരൂർ എം പി. ചെങ്കോൽ അധികാരത്തിൻ്റെയും മേൽക്കോയ്മയുടെയും പരമ്പരാഗത ചിഹ്നമാണെന്ന് തരൂർ ട്വീറ്റ് ചെയ്തു. ചെറിയ രീതിയിലെങ്കിൽ പോലും അതിനെ ഒരു ന്യായീകരണ രീതിയിലോട്ട് തരൂർ കൊണ്ടുപോകുമ്പോൾ കോൺഗ്രസിനെ ഇത് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയിലോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. എന്നിരുന്നാലും 6-7 പേജുകളിൽ കൂടുതലും മാതൃഭൂമി നൽകിയിരിക്കുന്നത് പാർലമെന്റ് വാർത്തകൾ തന്നെയാണ്. ഇനി 8ാമത്തെ പേജിലേക്ക് പോവുകയാണെങ്കിൽ പാർലമെന്റ് ഉദ്ഘാടന ചടങ്ങ് ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള നീക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞ കോഴിക്കോട് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്രമായ വാർത്തയാണ് 8ാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേ പേജിൽ തന്നെ നൈജീരിയയിൽ തടവിലായിരുന്ന കപ്പൽ ജീവനക്കാരെ മോചിപ്പിച്ചു എന്നൊരു വാർത്ത കൂടി മാതൃഭൂമി നൽകുന്നു. ഒടുവിൽ നാട്ടിലേക്ക് എന്ന അതിവൈകാരികമായൊരു തലക്കെട്ടോടുകൂടി തന്നെയാണ് മാതൃഭൂമി ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു എത്രയോ മാസക്കാലമായി അവിടെ ജീവിക്കുന്ന അല്ലെങ്കിൽ തടങ്കലിൽ കഴിയുന്ന നാവികരെയാണ് ഇപ്പോൾ, കപ്പൽ ജീവനക്കാരെയാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ കൊല്ലത്ത് സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത വിസ്മയുടെ സഹോദരൻ വിജിത്തും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതും വലിയ വാർത്തകൾ സൃഷ്ടിച്ചിരുന്നു. അത്തരമൊരു എല്ലാവർക്കും ഒരു ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അതോടൊപ്പം ഇതേ പേജിൽ തന്നെ ജന്തർ മന്ദറിൽ സമരം ചെയ്ത ഗുസ്തി താരങ്ങൾ ഇന്നലെ ഖാപ്പ് പഞ്ചായത്ത് പോലെയുള്ള സമര പരിപാടികളിലേക്ക് കടന്നതും അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ പാർലമെന്റ് ഉദ്ഘാടനവും സമയത്ത് സമരം സംഘർഷത്തിലേക്ക് നീങ്ങുകയും ഇത്തരത്തിൽ ഗുസ്തി താരങ്ങളെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. മറ്റൊരു ചിത്രം, വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ചിത്രവും മാതൃഭൂമി 8ാമത്തെ പേജിൽ തന്നെ നൽകുന്നു. ഇനി മാതൃഭൂമിയുടെ സ്പോർട്സ് പേജാണ്. മാതൃഭൂമി സ്പോർട്സ് എന്ന് തന്നെയാണ് പറയുന്നത്. മനോരമ കഴിഞ്ഞാൽ മാതൃഭൂമിയുടെ സ്പോർട്സ് പേജ് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്പോർട്സ് പേജാണ്. കപ്പുയർത്തി പ്രണോയ്, മലയാളി താരത്തിന് ആദ്യ ബാഡ്മിൻ്റൺ വേൾഡ് ടൂർ കിരീടം എന്ന വാർത്ത. പ്രണോയുടെ വിജയം തന്നെയാണ് മാതൃഭൂമിയും ആഘോഷിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മെസ്സി കപ്പടിച്ച വാർത്തയും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ അവസാനത്തെ വാർത്ത വളരെയധികം ഹൃദയഭേദകമാണ്. മറ്റൊരു മധു എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. മോഷ്ടാവെന്ന് ആരോപിച്ച് യുവാവിനെ മർദ്ദിച്ചു കൊന്നു എന്നൊരു വാർത്തയാണ്. കോയമ്പത്തൂരിൽ നിന്നാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മോഷ്ടാവെന്ന് ആരോപിച്ചൊരു യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്നു എന്നൊരു വാർത്തയാണ്. ഇത് എപ്പോഴും മധുവിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇതിനെ കാണാൻ സാധിക്കും. ഇതോടുകൂടി മാതൃഭൂമി ഇന്നത്തെ പത്രം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി ദേശാഭിമാനിയിലേക്ക് പെട്ടെന്നൊരു എത്തിനോട്ടത്തിലേക്ക് പോവുകയാണ്. കാരണം ദേശാഭിമാനി ആദ്യത്തെ പേജ് ഒരു ജാക്കറ്റ് പേജ് പോലെയായിരുന്നു. എന്തോ പാർലമെന്റ് വാർത്തകൾക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല എന്ന് കാണിക്കുന്ന പോലെ ജാക്കറ്റ് പേജിൽ മണിപ്പൂരിലെ സംഘർഷമാണ് ആദ്യം തന്നെ ദേശാഭിമാനി നൽകുന്നത്. ആ ഒരു ഒറ്റ വാർത്തയാണ് ജാക്കറ്റ് പേജിൽ ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. 40 പേരെ വധിച്ചു എന്നൊരു വാർത്തയാണ് നൽകിയിരിക്കുന്നത്. മറ്റ് മെയിൻ പേജിൽ 1ാമത്തെ പേജിലാണ് പാർലമെന്റിൽ ഇതല്ല ഇന്ത്യ എന്നൊരു പ്രതിഷേധിക്കുന്ന
കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തലക്കെട്ട് നൽകിയാണ് ദേശാഭിമാനി ഈ ഒരു വാർത്തയെ റിപ്പോർട്ട് ചെയ്യുന്നത്. തല കുനിച്ച് രാജ്യം എന്നൊരു തലക്കെട്ടോടുകൂടി ഗുസ്തി താരങ്ങൾക്ക് നേരെ ഇന്നലെ ഉണ്ടായ പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ നൈജീരിയയിൽ തടവിലായവർക്ക് മോചനം, കപ്പൽ പുറപ്പെട്ടു എന്ന വാർത്തയും ഒന്നാമത്തെ പേജിൽ തന്നെ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. നാലാമതായും അഞ്ചാമതായും പ്രാധാന്യത്തോട് നൽകിയിരിക്കുന്നത് KSU യോഗത്തിൽ കൂട്ടയടി എന്നൊരു വാർത്തയാണ് ദേശാഭിമാനി വളരെ പ്രാധാന്യത്തോടുകൂടി ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം അരിക്കൊമ്പൻ തിരികെ ഉൾവനത്തിലേക്ക് എന്നൊരു വാർത്ത കൂടി ദേശാഭിമാനി ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നു. ഇനി ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജാണ്. അമിതാധികാരത്തിൻ്റെ ചെങ്കോൽ എന്ന തലക്കെട്ടോടുകൂടി ഇന്നത്തെ ദേശാഭിമാനിയുടെ അഭിപ്രായം ദേശാഭിമാനി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ചെങ്കോൽ ശരിക്കും ഒരു രാജഭരണത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഇത് ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ല എന്ന തരത്തിലാണ് ദേശാഭിമാനി ഇന്ന് അഭിപ്രായം സൂചിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാർലമെന്റിനെ കാവി പുതപ്പിക്കുമ്പോൾ എന്ന രാജേന്ദ്രൻ്റെ ഒരു ആഴ്ചക്കുറിപ്പ് കൂടി ദേശാഭിമാനിയിൽ കാണാൻ അതേ പേജിൽ തന്നെ എഡിറ്റോറിയൽ പേജിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. രാജേന്ദ്രൻ്റെ വളരെ വിശദമായ അല്ലെങ്കിൽ സമഗ്രമായൊരു എഡിറ്റോറിയൽ എഴുത്ത് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വായ്പാ പദ്ധതി, കേന്ദ്ര നയം അന്യായം, ഒറ്റക്കെട്ടായ കേരളം ചെറുക്കണം എന്നിങ്ങനെയുള്ള കുറിപ്പുകളും അതോടൊപ്പം തന്നെ എഡിറ്റോറിയൽ പേജിൽ നൽകിയിട്ടുണ്ട്. ഇനി പ്രധാനമായും വരുന്ന പേജ് 11ാമത്തെ പേജാണ്. 11ാമത്തെ പേജിലാണ് കൂടുതൽ പാർലമെന്റ് വാർത്തകൾ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രതിപക്ഷമല്ലാത്ത പാർലമെന്റ്, നിറം മങ്ങി ഉദ്ഘാടനം എന്നിങ്ങനെയൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങളുടെ പ്രതിഫലനം മോദി എന്നൊരു വാർത്തയാണ് ഇതോടൊപ്പം തന്നെ നൽകുന്നത്. കവാടത്തിൽ ഹൈന്ദവ ചിഹ്നങ്ങൾ, ലോക്സഭാ സീറ്റുകൾ കൂടുമെന്ന് മോദി, ശവപ്പെട്ടി പോലെയെന്ന് RJD, ചെങ്കോൽ കൈമാറ്റം അപകടം, അണ്ണാദുരൈ അന്നേ പറഞ്ഞു എന്നിങ്ങനെയുള്ള തലക്കെട്ടോടുകൂടി പല രീതിയിലുള്ള പാർലമെന്റ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള വാർത്തകളാണ് വരുന്നതെങ്കിലും RJD ശവപ്പെട്ടിയോടാണ് പാർലമെന്റിനെ ഉപമിച്ചിരുന്നത്. ഇതെല്ലാം തന്നെ വളരെ സമഗ്രമായി ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പുതിയ ഇന്ത്യയിൽ രാജാവും പ്രജകളും, ശരിക്കും ഒരു ഡെമോക്രസിയിൽ നിന്നും ഒരു മൊണാർക്കിയിലോട്ടാണ് ഇന്ത്യ നടന്നു നീങ്ങുന്നത് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ദേശാഭിമാനി ഇന്ന് പാർലമെന്റ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേ പേജിൽ തന്നെ ഗുസ്തി താരങ്ങളെ വളഞ്ഞാക്രമിച്ചു പോലീസ് എന്നൊരു വാർത്ത അതേ പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. ഇതിൽ ഗുസ്തി താരങ്ങളെ പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ അവിടെ നിന്ന് മാറ്റുന്ന ഒരു ചിത്രവും കൂടി കാണാൻ സാധിക്കുന്നുണ്ട്. പാർലമെന്റ് വാർത്തയോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്തയാണ് അത്. ഇനി കളിക്കളമാണ്. ദേശാഭിമാനിയുടെ സ്പോർട്സ് പേജിന്റെ പേരാണ് കളിക്കളം. കളിക്കളത്തിൽ ആദ്യം തന്നെ IPL ഫൈനൽ മഴ കളിച്ചു എന്ന് വളരെ സർഗാത്മകമായുള്ള രീതിയിൽ അഹമ്മദാബാദിൽ ഇന്നലെ മഴയെ തുടർന്ന് കളി നിർത്തിവെക്കേണ്ട സാഹചര്യമെല്ലാം ഉണ്ടായത് ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മലേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ പ്രണോയ് ചാമ്പ്യൻ എന്ന വാർത്ത നൽകുന്നു. എന്നാൽ മറ്റ് മാതൃഭൂമി, മനോരമ വളരെ സമഗ്രമായാണ് ആ വാർത്തയെ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ദേശാഭിമാനി ഒരു ചെറിയൊരു ബോക്സറിലാണ് ഈ ഒരു വാർത്ത നൽകിയിരിക്കുന്നത്. മെസ്സി 496 PSC ചാമ്പ്യന്മാർ എന്ന വാർത്ത വളരെ സമഗ്രമായി തന്നെ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. ധോണി അറ്റ് 250 എന്നൊരു വാർത്ത കൂടി. IPL 249 മത്സരം, 5080 റൺ എന്നിങ്ങനൊരു വാർത്തയും കൂടി ദേശാഭിമാനി നൽകുന്നു. അൽ നാസറിക്ക് കിരീടമില്ല, റൊണാൾഡോയ്ക്ക് നിരാശ എന്ന വാർത്ത ദേശാഭിമാനി സ്പോർട്സ് പേജിൽ നൽകിയിരിക്കുന്നു. സബലേങ്ക കടന്നു, സക്കാറി പുറത്തു എന്ന ഒരു വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കളിക്കളം എന്ന ദേശാഭിമാനിയുടെ സ്പോർട്സ് പേജ് അവസാനിക്കുകയാണ്. ഇനി അവസാനത്തെ ദേശാഭിമാനിയുടെ അവസാനത്തെ പേജ് നോക്കുകയാണെങ്കിൽ ഉറ്റവർ യാത്ര തുടങ്ങി ആശ്വാസ തീരമണയാൻ ഞങ്ങൾ റിലീസായി ബ്രോ എന്ന് കാണിച്ചുകൊണ്ട് കപ്പലിലകപ്പെട്ട ജീവനക്കാരുടെ കുടുംബങ്ങൾ നടത്തിയ പ്രതികരണമാണ് അവസാന പേജിൽ വളരെ അതിവൈകാരികമായി അല്ലെങ്കിൽ അവരുടെ സന്തോഷ പ്രകടനങ്ങളാണ് ദേശാഭിമാനി അവസാനത്തെ പേജിൽ നൽകുന്നത്. ഈ 3 പത്രവും വിലയിരുത്തുകയാണെങ്കിൽ നമുക്കറിയാം മാതൃഭൂമിയും മനോരമയും വ്യത്യസ്തമായുള്ള രീതിയിൽ ആദ്യത്തെ പേജിൽ തന്നെ
പാർലമെന്റ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ സമഗ്രമായി ചെയ്തപ്പോൾ ഒരു പ്രതിഷേധം ദേശാഭിമാനി നടത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ആദ്യത്തെ പേജ് ഒരു ജാക്കറ്റ് പേജായിട്ട് മണിപ്പൂർ വാർത്ത വളരെ സമഗ്രമായി നൽകിയതിനു ശേഷം മാത്രമാണ് പാർലമെന്റ് വാർത്തയ്ക്ക് ദേശാഭിമാനി ഇടം കൊടുത്തത് എന്നത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു രീതിയിൽ ഒരു പ്രതിഷേധ പ്രകടനം കൂടി, അല്ലെങ്കിൽ ആ ഒരു പത്രത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രതിഷേധമായി കൂടി ഇതിനെ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല, മറ്റ് രണ്ട് പത്രങ്ങളും എല്ലാവരും, അതായത് പാർലമെന്റ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രമുഖർ നടത്തിയ എല്ലാ അഭിപ്രായ പ്രകടനങ്ങളും ഒരുപോലെ നൽകിയപ്പോൾ ദേശാഭിമാനി ഇതൊരു മൊണാർക്കിയിലേക്ക് അല്ലെങ്കിൽ രാജഭരണത്തിലേക്കാണ് ഇന്ത്യ നടന്നു നീങ്ങുന്നതെന്നുള്ള തരത്തിലാണ് ദേശാഭിമാനി ഇന്ന് പാർലമെന്റ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി പത്രം പ്രഭാതം അവസാനിക്കുന്നു. നമസ്കാരം.